മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഏക്കണ്ടി വീട്ടിൽ ഗദീജാബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000 കളാഞ്ചി 1000 കരിമീൻ കുഞ്ഞുങ്ങളെയാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. ഞങ്ങളുടെ കടവാരത്തൊരു കൂടുകൃഷി ആദ്യമായിട്ട് തുടങ്ങിയതിന് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോട് കൂടിയിട്ട് ചെയ്ത് ജനുവരി തുടങ്ങി മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ നിക്ഷേപിച്ച് ഇപ്പം വലിയതായപ്പോൾ ആരോ വെള്ളം തുറന്നിട്ടുണ്ട് വടക്കുന്ന് വന്ന അതിൽ വന്നെല്ലാ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്ത് പൊന്തിയിരിക്കണം. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ദൃശ്യത്തിൽ. അത് ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. അതോടുകൂടി 2000 കാളാഞ്ചി കുഞ്ഞുങ്ങളും 1000 കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു. ഏതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട്. ഇല്ലാതും ഇപ്പം പൊന്തിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളത് നാളേക്ക് പൊന്തും. അത് കൂട് കൃഷി അവരെ സബ്സിഡി 3 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവർ. കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത്. വാർഡംഗം OA ജനറൽ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു.